ഗീവർഗീസ് സഹദ ഏകദേശം 1700 വർഷങ്ങൾക്ക് മുമ്പ് AD 275 കപ്പദോക്കിയ എന്ന് പറയുന്നതായ സ്ഥലത്ത്, ഏഷ്യ മൈനറിലുള്ളതായ കപ്പദോക്കിയ എന്ന് പറയുന്നതായ സ്ഥലത്ത് ജനിച്ച ഒരു പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ക്രൈസ്തവരാണ് എന്ന് പറയുന്നതായ ഒരു അഭിപ്രായവും അക്രൈസ്തവരായിരുന്നു എന്ന് പറയുന്നതായ ഒരു അഭിപ്രായവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് അന്ന് ആ രാജ്യം വാണിരുന്നതായ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ അടുത്ത ആൾ അല്ലെങ്കിൽ സൈന്യത്തിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഗീവർഗീസിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് നിര്യാതനാവുകയും മാതാവ് അദ്ദേഹത്തെ ഗീവർഗീസിനെയും കൂട്ടി പാലസ്തീനിലേക്ക് പോവുകയും അവിടെയായിരുന്നു ബാല്യകാലം എന്നും ആണ് ചരിത്രത്തിൽ പറയുന്നത്. എന്നാൽ അദ്ദേഹം മുതിർന്നതിന് ശേഷം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിൽ ചേരുകയും ആ ചക്രവർത്തിക്കും അവിടെയുള്ളവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനായി അവിടെ ജീവിക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ കാലത്ത് ചക്രവർത്തിയെ ആരാധിക്കുകയും സേവിക്കുകയും അതുപോലെ ആ ദേശത്തെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഗീവർഗീസ് അതിന് വിസമ്മതിക്കുക. അദ്ദേഹം ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനായി തൻ്റെ ദൈവമായി സ്വീകരിച്ച് ഏറ്റുപറയുകയും അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കില്ല എന്ന് ഉറച്ച് തീരുമാനിക്കുകയും തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയുമാണ്. തനിക്ക് വളരെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ചക്രവർത്തി ഉപദേശരൂപേണയും കാർക്കശ്യത്തോടെ നിർബന്ധപൂർവവും ഒക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നില്ല. പിന്നീട് പല വിധത്തിലുള്ളതായ ദണ്ഡനങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പാതയിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ അതിനും കഴിയുന്നില്ല. അടികളും പീഡനങ്ങളും ജയിലറകളും ഒന്നും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്മാറ്റുവാനായി കഴിയുന്നില്ല. 7.5 വർഷത്തോളം അദ്ദേഹത്തെ ചക്രവർത്തിയും ഉദ്യോഗസ്ഥരും പീഡിപ്പിക്കുകയും അദ്ദേഹത്തെ പിന്മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ അവയവങ്ങൾ ഓരോന്നോരോന്നായി മുറിച്ചു കളയുന്ന രീതിയിലുള്ളതായ ക്രൂരമായ ദണ്ഡനങ്ങളിലേക്ക് പോയി. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുവാനായി കഴിഞ്ഞില്ല. അവസാനം നമ്മുടെ ഈ പാട്ടിൽ പറയുന്നത് പോലെ വണ്ടിച്ചക്രത്തിൽ, അതായത് മുള്ളുകൾ പോലെ ഉണ്ടായിരുന്നതായ വണ്ടിച്ചക്രത്തിൽ അദ്ദേഹത്തെ ബന്ധിച്ച് അദ്ദേഹത്തെ അതിൽ കൂടെ ഉരുട്ടി അദ്ദേഹം നിര്യാണം പ്രാപിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഗീവർഗീസ് സഹദ എന്ന് പറയുന്നതായ ഒരു സഹദ മാത്രമായിരുന്നില്ല ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം അനേക ആയിര സഹദേന്മാരിൽ ഒരുവൻ മാത്രമാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് വിശ്വാസികൾ രക്തസാക്ഷിത്വം പ്രാപിച്ചു. ക്രിസ്തുവേശുവുള്ളതായ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം പ്രാപിച്ചിട്ടുണ്ട്.
അവരിൽ ഒരാൾ മാത്രമാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ. എങ്കിലും അദ്ദേഹത്തെ ആ 4-ാം നൂറ്റാണ്ട് മുതൽ എങ്കിലും സഭാപിതാക്കന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് മുതൽ ഗീവർഗീസ് സഹദ പരിശുദ്ധ സഭയിൽ ഒരു വിശുദ്ധനായി കണക്കാക്കപ്പെട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഈ ഗീവർഗീസ് സഹദ ഏകദേശം 1700 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെയൊക്കെ മനസ്സിലൂടെ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, രക്തസാക്ഷിത്വം ക്രിസ്തീയ സഭയിൽ അതൊരു പ്രതികാരത്തിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ യുദ്ധത്തിൻ്റെ ഏറ്റുമുട്ടലിൻ്റെ അനുഭവമല്ല. മറിച്ച് ക്രിസ്തുയേശുവിനെ സ്വീകരിക്കുകയും അവൻ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നമ്മളോട് കൽപ്പിച്ചതുപോലെ ലോകത്തെയും ലോകത്തുള്ളതായ സകലത്തെയും വിട്ട് അവൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുന്ന ഒരു ജീവിത രീതിയും ആയിരുന്നു. അല്ലാതെ നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ ആരെങ്കിലും കൊന്നിട്ടോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലൂടെയോ ഒന്നും രക്തസാക്ഷികളാവുന്നവരല്ല അന്നത്തെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ. ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിനെ പോലെ മരണം അനുഭവിക്കുവാൻ തയ്യാറാകുന്നവരെയാണ് രക്തസാക്ഷികളെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളാരും തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തീയ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു രക്തസാക്ഷിത്വം അല്ല. അക്കാര്യം നമ്മൾ ഓർക്കുക. ക്രിസ്തുവിനെ നാഥനായി സ്വീകരിച്ച് അവൻ പറഞ്ഞതായ ജീവിത മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവന് വേണ്ടി കഷ്ടതകൾ ഏറ്റ് കുരിശ് എടുത്തുകൊണ്ട് തൻ്റെ ജീവനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ഇങ്ങനെയുള്ളവരായിരുന്നു ആദിമസഭയിലെ രക്തസാക്ഷികൾ എന്നുള്ളതായ കാര്യം നാം ഓർക്കുക. പ്രിയമുള്ളവരെ, 1-2 കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഈ പരിശുദ്ധ ഗീവർഗീസ് സഹദയുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ലേഖനങ്ങളിലൂടെയും എവൻഗേലിയനിലൂടെയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുകയാണ്. തെക്കുഭാഗത്ത് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ലേഖനം പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗമാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നതായ കാര്യം, ക്രിസ്തുയേശുവിലുള്ളതായ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ ആപത്തോ വാളോ? വീണ്ടും പറയുകയാണ്, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ ജീവനോ മരണമോ മറ്റ് യാതൊരു സൃഷ്ടിക്കും ക്രിസ്തുയേശുവിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുയേശുവുള്ളതായ സ്നേഹം, ക്രിസ്തുവിനെ സ്നേഹിക്കുക, അവൻ്റെ വചനങ്ങളെ അനുസരിക്കുക. നാം ഇവിടെ ആയിരിക്കുമ്പോൾ, ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ ചോദ്യമാണ്, ഞാനും നിങ്ങളും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവൻ്റെ വചനങ്ങളെ ആചരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതായ കാര്യം. ക്രിസ്തുവിനെ നാം സ്നേഹിക്കുമ്പോൾ ഈ ലോകത്തെ നാം മറന്നു പോകും. ക്രിസ്തുവിനെ സ്നേഹിച്ച അവന് വേണ്ടി കഷ്ടതകൾ സഹിക്കുവാൻ തക്കവണ്ണം ഇടയാകണം എന്നാണ് ഒന്നാമതായിട്ട് പറയുവാനായിട്ടുള്ളത്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ നാം എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു? ക്രിസ്തുവിൻ്റെ സ്നേഹിതരായതുകൊണ്ടാണോ എന്നുള്ളതായ കാര്യം നമ്മോട് തന്നെ ചോദിക്കുക. രണ്ടാമതായിട്ട്
ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളമായി ഉണ്ടാകും. യേശു തമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്തത് അത് തന്നെയാണ്. യേശു തമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്തത് ജീവിതത്തിൽ എന്നും ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, ഭക്തിയോടെ ജീവിക്കുന്നവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് യേശുവിൻ്റെ വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഈ ലോകത്തുകാരുള്ളവരല്ല എങ്കിൽ ലോകം നിന്നെ സ്നേഹിക്കുമായിരുന്നുവെന്ന് പറയുന്നുണ്ട്. നാൾതോറും അവൻ്റെ കുരിശെടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുവാൻ നമ്മോട് ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതായി ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പീഡകൾ ഉണ്ടാകും എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. ഇന്ന് പഴയ നിയമം നാം വായിച്ചു കേട്ടപ്പോൾ അവിടെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ പൈതങ്ങളുടെ കാര്യം നാം വായിച്ചു. 3 പൈതങ്ങളെ അഗ്നിച്ചൂളയിൽ ഇട്ടു. എന്തിനാണ് അവരെ അഗ്നിച്ചൂളയിലിട്ടത്? രാജാവിനെ വണങ്ങാതെ ഇരുന്നപ്പോൾ അവനെ അല്ലാതെ മറ്റാരെയും, ദൈവത്തെ അല്ലാതെ, യഹോവയല്ലാതെ മറ്റാരെയും ഞങ്ങൾ വണങ്ങുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ തിക്തിച്ചൂളയിൽ ഇടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഭക്തന്മാരെ കാത്തുകൊള്ളുവാൻ ദൈവത്തിന് കഴിയും, സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിലും അവരെ അഗ്നിച്ചൂളയിൽ ഇടുകയാണ്. പക്ഷേ അവിടെ 4മതൊരാളെ കൂടെ നമ്മൾ കാണുന്നുണ്ട്. അഗ്നിച്ചൂളയുടെ നടുവിൽ ദൈവം അവരോട് കൂടെ ഇരിക്കുകയാണ്. ആ ചൂളയുടെ നടുവിൽ ദൈവം അവർക്ക് പനിനീരായി, തണുപ്പായി അവരോട് കൂടെ ഇരിക്കുകയാണ്. കഷ്ടതകളുടെ നടുവിൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് സഹിക്കാവുന്നതിൽ അധികമായിട്ടുള്ളതായ പരീക്ഷകളെ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴികളും ഉണ്ടാക്കി തരുമെന്ന്. വീണ്ടും ദാനിയേൽ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു, ദൈവത്തെ ആരാധിച്ചവനായിരുന്നു, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടവനാണ് ദൈവം. അവിടെയും ദൈവം അവനോട് കൂടെ ഇരുന്ന് സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. പൗലോസും ശീലാസും ദൈവത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു, മക്കളായിരുന്നു. അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവിടെയും ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറെ വരുമ്പോഴും അവിടെ ദൈവം നമ്മളോട് കൂടെ ഉണ്ടാകും. ഇതാണ് സഹദേന്മാർ അവരുടെ ജീവിതത്തിലൂടെ കണ്ടത്. തങ്ങളുടെ ജീവിതത്തെ ഹോമിക്കുമ്പോഴും അവരോട് കൂടെ പരിശുദ്ധ റൂഹ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ് പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നാം വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറി വരുമ്പോഴും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ പരിശുദ്ധ സ്ലീഹ, ഈ സഹദായുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ, സഹദ എന്ന് പറയുന്നതായ വാക്കിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ രക്തസാക്ഷി എന്നുള്ളതാണ്. ഈ രക്തസാക്ഷ്യത്തിൽ നിന്ന് രക്തമൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായ ഒരു വാക്കുണ്ട്, സാക്ഷ്യം എന്നുള്ളത്. അതിന് സഹദ എന്ന് പറയുന്നതായ സുറിയാനി വാക്കിൻ്റെ അർത്ഥം വിറ്റ്നസിങ് എന്നാണ്. വിറ്റ്നസ് ചെയ്യുക, സാക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുമ്പാകെ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരായി നാം ആയിത്തീരണം എന്നുള്ളതാണ് ഈ സഹദ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ നാം ഇന്ന് എവങ്കേലിയോനിൽ നാം വായിച്ചു കേട്ടു, എന്നാൽ ഈ പാപവും വ്യഭിചാരമുള്ള തലമുറ ഒരുവൻ എന്നെക്കുറിച്ചും എൻ്റെ വചനത്തെക്കുറിച്ചും ലജ്ജിച്ചാൽ
മനുഷ്യപുത്രൻ തൻ്റെ പരിശുദ്ധ മാലാഖമാരോടുകൂടെ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ചും ലജ്ജിക്കും എന്ന്. ഈ ലോകത്തിൽ ദൈവത്തെ, യേശുവിനെ കുറിച്ചും അവൻ്റെ നാമത്തെക്കുറിച്ചും ലജ്ജിച്ചാൽ, അവനെ ഏറ്റുപറയുവാൻ നമ്മൾ മടി കാണിച്ചാൽ, തമ്പുരാൻ നമ്മെക്കുറിച്ചും നമ്മെയും തള്ളിപ്പറയും എന്നുള്ളതായ, ലജ്ജിക്കും എന്നുള്ളതായ കാര്യം നാം ഓർക്കുക. ഇന്ന് അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നുള്ളതായ ഭാഗം ഇവിടെ വായിച്ചില്ല. ഇവിടെ വായിക്കുവാനായിട്ടുള്ളതായ ഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിൽ നിന്നായിരുന്നു. അവിടെ പത്രോസിനെയും യോഹന്നാനെയും പരീശന്മാരുടെ സംഘം വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, ഇനിമേലാൽ നിങ്ങൾ ഈ നാമത്തിൽ പ്രസംഗിക്കരുത്. അവരെ തർജ്ജനം ചെയ്യുകയാണ്. അപ്പോൾ അവർ പറയുന്നതായ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾ അറിഞ്ഞതുമായ കാര്യത്തെ പ്രസ്താവിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മനുഷ്യനേക്കാൾ ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ അനുസരിക്കുന്നത് വിഹിതമോ എന്ന് നിങ്ങൾ തന്നെ പറയുവീൻ എന്ന് അവിടെ പറയുകയാണ്. നമുക്കറിയാം, പത്രോസും ശ്ലീഹന്മാരും യഹൂദന്മാരെ വളരെയധികം ഭയപ്പെട്ടിരുന്നവരാണ്. പക്ഷേ അവർ പുനരുത്ഥാനത്തിന് ശേഷം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചതിന് ശേഷം അവർ യാതൊന്നും ഭയപ്പെട്ടില്ല, ആരെയും ഭയപ്പെട്ടില്ല. വളരെ ധൈര്യമുള്ളവരായിരുന്നു. സുന്ദരമെന്ന ഗോപുരവാതിക്കലിരുന്ന ഉടൻ തന്നെ സൗഖ്യമാക്കിയപ്പോൾ അവിടെ വലിയ ഒരു കോളിളക്കം ഉണ്ടാവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പത്രോസിലും യേശുവിലും വിശ്വസിക്കുകയാണ്. അവർ അവനെ പിടിച്ച് തടവിലാക്കി. പക്ഷെ തടവിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ദൈവം അവരെ രക്ഷിച്ചു. അവർ വീണ്ടും അന്വേഷിക്കുമ്പോൾ അവർ വീണ്ടും ദേവാലയത്തിൽ പോയി നിന്ന് പ്രസംഗിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ പത്രോസിനെയും യോഹന്നാനെയും പരീശന്മാർ, യഹൂദന്മാർ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ സംഘത്തിൽ വെച്ച് വിസ്തരിക്കുകയും അവരോട് പറയുകയും ചെയ്യുന്നതാണ്. അവർ പറയുകയാണ്, ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ അനുസരിക്കുന്നത് ഞങ്ങൾക്ക് വിഹിതമല്ല. ഞങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയാതിരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്നതായ ശിഷ്യന്മാരെയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഈ പെരുന്നാൾ കൊണ്ട് പ്രിയമുള്ളവരെ, അതിന് നമ്മെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.